ഓക്കെ, അപ്പോൾ സി ജിക്ക് കോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? നമുക്ക് എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. സി ജിയോട് ചോദിക്കുന്നുണ്ട്, നീ ബിസി ആണോ? ആരാണ് ഇത്? സീറോ ആണോ? ഓക്കെ, എന്താണ് മുത്തേ, സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം സീറോനെ നമുക്കറിയാം, കഴിഞ്ഞ മെഷീനിൽ നമ്മൾ ലാസ്റ്റ് പിക്ക് ചെയ്ത ആളാണ്. അതായത് നമ്മുടെ ഗറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പയ്യനെ ലാസ്റ്റ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ടോയ് ഷോപ്പിലത്തെ വർക്കറാണ്. അപ്പോൾ അവനെ പറയുന്നുണ്ട്, അവൻ്റെ ആ ഒരു ടോയ് ഷോപ്പ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് അവൻ്റെ മുതലാളി. പക്ഷേ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന്, അയ്യോ ഇതാരത് മുത്തേ, നേരെ വന്ന് കയറ്റിലോ. അപ്പം നമ്മൾ മാത്രമല്ല ഇങ്ങനത്തെ ഡ്രൈവിങ്ങിലെ. ഓക്കെ, നമ്മളെന്തായാലും ഒരു ന്യൂ മെഷീനിലേക്ക് നടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മളെ സെൻഫെറാറിയോ അല്ലെങ്കിൽ സെൻഫെയറോ എങ്ങനെയുണ്ട്, പുതിയ സിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ ഈ പറയുന്ന പോലെ കുറേ ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ 10 പെന്നി ആയിരിക്കും. അപ്പോൾ അവൻ നല്ല രീതിയിൽ, അവനക്കറിയാം ഇവരെന്തായാലും സ്കിപ്പായിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇവരുടെ ബാക്കിൽ തന്നെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞില്ല. ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറയുന്ന പോലെ ഗരേജിൻ്റെ പണിക്കായിട്ട് 4 ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗരേജിൻ്റെ പണി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മുടെ 10 പെന്നി വിളിച്ചിട്ട് നമ്മുടെ സി ചെയ്യാനെ നല്ല രീതിയിൽ സ്ക്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഒരു അത്യാവശ്യം നല്ലൊരു ഒരു മെഷീൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റാൻഡമായിട്ടുള്ള വണ്ടി, ഈ ഒരു ടിപ്പാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ബൈക്ക് നമ്മളൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബൈക്കിലേക്ക് ഈസിയായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പോവാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പെന്നിയുടെ ഒരു ദൗത്യമാണ്. അതായത് അവൻ്റെ ഒരു ദൗത്യമാണ് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് അവൻ എയിം ചെയ്തിട്ടുള്ള ആളുടെ വണ്ടിയിൽ കുറച്ച് ഡ്രഗ്സ് നീ പ്ലാൻ ചെയ്തിട്ട് നീ കോപ്സിനെ, അതായത് ഇവിടുത്തെ സെൻഫെയറോത്തെ കോപ്സിനെ നീ വിളിച്ച് അവനെ കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു മെഷീനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ പാർക്കിംഗ് ഗൈസ് എന്ന് വെച്ചാൽ ഈ പാർക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന പിള്ളേരില്ലേ, അവരുടെ ഡ്രസ്സ് സ്യൂട്ടപ്പ് ചെയ്തിട്ട് അവരിൽ ഒരാളായി നിന്ന് ഈ പറയുന്ന ആൾ 10 പെന്നി എയിം ചെയ്തിരിക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്തിട്ട് ആളുടെ വണ്ടിയിൽ നമ്മൾ നൈസായിട്ട് ഈ ഒരു ചെക്കനെ, ഇപ്പോൾ പാർക്ക് ചെയ്യുന്ന ഈ ചെക്കൻ്റെ ഡ്രസ്സ് നമുക്ക് എന്തായാലും സ്വാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് അവനെ നൈസായിട്ട് അവൻ്റെ ബാക്കിൽ പോയിട്ട് അവനാദ്യം കില്ല് ചെയ്യേണ്ടതുണ്ട്. കില്ല് ചെയ്തില്ലെങ്കിൽ ഹാൻഡ് ഫൈറ്റ് കൊണ്ട് നമുക്ക് ഡിഫീറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ കില്ല് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവൻ്റെ ഡ്രസ്സ് നമ്മൾ സ്യൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. പാവം ചെക്കൻ ചെട്ടിയിട്ട് കിടക്കുകയാണ്. സീനില്ല, അതെന്തായാലും ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊന്നിന് വളാവുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ടാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ആ കാണുന്ന അവർ നിന്നിരുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ അവിടേക്ക് വരുന്ന ആ ഒരു ചെങ്ങായിയുടെ വണ്ടി നമ്മൾ എടുക്കണം. അതാണ്. അപ്പോൾ നമ്മളടുത്തേക്ക് വരുമ്പോൾ പറയണം, പുതിയ പയ്യനാന്ന് തോന്നുന്നു, നീ എന്തായാലും ഞങ്ങളുടെ ബാക്കിൽ നിൽക്കടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഊക്കി വരുന്നുണ്ട്. ഓക്കെ, വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്, നമ്മളാരാന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ കാറ്. നമ്മൾ നൈസായിട്ട് നോട്ട് ചെയ്ത് വെക്കാനാണ്. കാരണം അവിടെ ഒരുപാട് കാറുകൾ വരും. അപ്പോൾ ഓരോരുത്തരായിട്ട് അത് പിക്ക് ചെയ്യും. നമുക്ക് പിക്ക് ചെയ്യേണ്ടത് ഈ കാറാണ്. അത് നമ്മൾ നോട്ട് ചെയ്യണം, ഇങ്ങനത്തെ കാറാണ്, എങ്ങനെയാണ് അതിൻ്റെ വീൽ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് അടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാറ് വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു നൈസ്. ഈ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഗെയിമിൽ ഈ ഒരു കാർ ഓഫ് റോഡും സൂപ്പറാണ്, അതേപോലെ സിറ്റിയിലും സൂപ്പറാണ്. 2 സ്ഥലത്തും അടിപൊളിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ആ പോകുന്നത്, രണ്ടാമത്തെ കാറ്. അപ്പോൾ അത് നീ എടുത്തതല്ല നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും അറ്റത്ത് ആ ഒരു സിഗ്നലിൽ. അതായിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സൂം ഇറ്റ്. ഓക്കെ, അത് തന്നെയാണ് നമ്മളെ വണ്ടി. ആയിരിക്കുന്ന ആളാണ് ഈ പറയുന്ന 10 പെന്നിയുടെ എയിം എന്ന് പറയുന്നത്. അയാളായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും. അല്ലാതെ ഇങ്ങനത്തെ പരിപാടി ചെറ്റത്തരം ചെയ്യില്ലല്ലോ ആരും. സംഭവം ചെറ്റത്തരം ചെയ്യാൻ നിന്ന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു വഴി കൊടുക്കുന്ന ആളാണ് നമ്മൾ. പക്ഷെ നമുക്ക് ആവശ്യം നമ്മുടെ സ്വീറ്റിൻ്റെയും അതേപോലെ നമ്മുടെ ഫാമിലിയുടെയും സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് ആ പന്നി പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് പോകണം. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറയുന്ന കാർ ബോയ് ആണല്ലോ, അല്ലെങ്കിൽ പാർക്കിംഗ് ബോയ് ആണല്ലോ. അതുകൊണ്ട് അവരൊന്നും പറയില്ല.
അപ്പം നമ്മുടെ ഗ്യാരേജിലേക്ക് പോകണം. അപ്പം ഞാൻ ഫസ്റ്റ് പറയുന്ന പോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മുടെ ഗ്യാരേജിൽ കൂടുതലുണ്ടാവുക. കാരണം നമ്മൾ അങ്ങനത്തെ പണിയാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഗലായിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇല്ലീഗലായിട്ട് തന്നെ മണി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് ഈ പറയുന്ന സാൻ ഫെയറോ ഗ്യാരേജിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. പക്ഷേ ഈ ഒരു മെഷീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊണ്ടുപോകുന്ന കാർ ഒരിക്കലും ഡാമേജ് ആക്കരുത്. കാരണം ഇത് വേറെ ആളുടെ വണ്ടിയാണ്, അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട വണ്ടിയായത്. നമ്മൾ എന്ത് ചെറ്റത്തടി ചെയ്യണമെങ്കിലും അവർ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ വണ്ടി നേരെ ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കുകയാണ്. പിള്ളേർ പണി തുടങ്ങിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ട്രൂത്തിൻ്റെ തന്നെ നല്ല ഒടി സ്റ്റെഫും കാര്യങ്ങളൊക്കെ, അതായത് ചീഞ്ഞ കുറച്ചായാലും കോപ്സിന് സാധനം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിടാം. നേരെ ഇന്ന ടൈമുണ്ട്, ഒരു സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ ആ ചെങ്ങായി വരും. അതിന് മുന്നേ നമ്മൾ ഈ സാധനം എത്തി അവിടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. ആളുടെ ഫ്രണ്ടിൽ തന്നെ ഈ വണ്ടി വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ഫ്രണ്ട്ലി കൊടുക്കേണ്ട, നമുക്ക് നേരെ ആ പാർക്കിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അതാണ് നല്ലത്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടി എവിടെയും ഇടിക്കാൻ പാടില്ല. കാരണം ഡാമേജ് ചെയ്യാൻ നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്യാൻ കൊണ്ടുപോകണം, അത് ടാസ്ക്കാണ്. അതിന് നല്ലത് നമ്മൾ നൈസായിട്ട് ഓടിക്കുക, നൈസായിട്ട് വെച്ച് കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാറും മക്കളെ, എന്താണ് നിങ്ങൾ വെറുകിട്ട് കളി കളിക്കാൻ നിൽക്കണേ ഫ്രണ്ടിൽ ഇരുന്നിട്ട്? അല്ലെങ്കിൽ ടൈമില്ല. ആരാണ് ഈ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി പോണേ? ആരെങ്കിലും ആയിക്കോട്ടെ, വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ കൊടുത്ത പണി ഏറ്റവും ഇല്ലയോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല, മുത്തുമണി എടുക്കാൻ വരുന്നുണ്ട്, വണ്ടി എടുക്കാൻ വരുന്നുണ്ട് ചെങ്ങായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പയ്യനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുത്തെ കോപ്സിനെ വിളിച്ചിട്ട് കാര്യം പറയാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് വായോ, ഒരു ചെങ്ങായുടെ വണ്ടിയിൽ അത്യാവശ്യം 1 കിലോ കഞ്ചാവൊക്കെ ആയിട്ട് പോകുന്നുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട് ദയവ് എത്തി മോനെ പോലീസ് ഓനെ ലോക്കാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇനിയിപ്പോൾ 10 പെന്നി പറഞ്ഞ ആ ഒരു സംഭവം നമ്മൾ ചെറ്റത്തരമാണെങ്കിലും ഓനെ നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് തന്ന ദൗത്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനാണ് ചെക്കനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്, സീനില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലീഷേ ഡയലോഗാണ്, ക്ഷമിക്കുക നിങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.